യേശു കർത്താവ് പരിശുദ്ധാത്മാവ് നിറഞ്ഞവനായി യോർദാൻ വിട്ട് മടങ്ങി. ആത്മാവ് യേശുവിനെ മരുഭൂമിയിലേക്ക് നടത്തി. യേശു എന്ന മനുഷ്യൻ, പരിശുദ്ധാത്മാവെന്ന ദൈവം ഈ മനുഷ്യനിൽ എവിടെ നിറഞ്ഞു? ആത്മാവിൽ നിറഞ്ഞു. അപ്പോൾ പരിശുദ്ധാത്മാവ് നിറഞ്ഞു യേശുവിൻ്റെ ആത്മാവിൽ. ആത്മാവ് അവനെ മരുഭൂമിയിലേക്ക് നടത്തി. ഏതാത്മാവ്? യേശുവിൻ്റെ ആത്മാവ്. പരിശുദ്ധാത്മാവ് നിറഞ്ഞ ആ മനുഷ്യൻ്റെ ആത്മാവ് അവനെ മരുഭൂമിയിലേക്ക് നടത്തി. പിശാചിനാൽ അവൻ പരീക്ഷിക്കപ്പെട്ടു, ജയിച്ചു. ഇത് തന്നെയാണ് നമ്മുടെ ജീവിതത്തിലും കർത്താവ് ചെയ്യുന്നത്. നമ്മുടെ ആത്മാവിൽ, ഏദൻ തോട്ടത്തിൽ ഓഫായിപ്പോയ നമ്മുടെ ആത്മാവിൽ ഉയർത്തെഴുന്നേറ്റ യേശുവിൻ്റെ ആത്മാവ് വരുന്നു. ആ ആത്മാവ് നമ്മളിൽ നിറയുന്നു. എവിടെ വെച്ചാണ് നിറയുന്നത്? യോർദാനിൽ വെച്ച്. യോർദാൻ മരണത്തിൻ്റെ പ്രതീകം. യേശു കർത്താവ് യോർദാനിൽ സ്നാനമേറ്റു എന്ന് പറഞ്ഞാൽ ജഡമനസ്സ് എവിടെ മരിക്കുന്നു അവിടെ ആത്മാവ് നിറയപ്പെടുകയാണ്. സ്നാനം നല്ല മനസാക്ഷിക്കുള്ള അപേക്ഷയാണ്. ഒരുത്തൻ എപ്പോഴാണ് അപേക്ഷിക്കുന്നത്? അവൻ ബലഹീനനായിരിക്കുമ്പോഴാണ്. എനിക്ക് ബലമില്ല, ദൈവമാണ് എൻ്റെ ബലമെന്ന് പറയുകയാണ്. എനിക്ക് നല്ല മനസാക്ഷി തരണമെന്ന അപേക്ഷയാണ്. 2, പഴയ മനുഷ്യൻ്റെ അടക്കമാണ് സ്നാനം. അവിടെ പരിശുദ്ധാത്മാവ് നിറയുന്നു. നമ്മുടെ ആത്മാവ് നമ്മളെ നടത്തുന്നു. പിശാചിനെ നമ്മൾ ജയിക്കുന്നു. അതുകൊണ്ടാണ് പിശാച് പറയുന്നു, നീ ദൈവപുത്രനെങ്കിൽ, യേശു പറയുന്നു, മനുഷ്യൻ സ്ത്രീയുടെ സന്തതിയാണ് നിന്റെ തല തകർക്കുന്നത്. ഇന്നും അത് തന്നെയാണ്. നിങ്ങളിലൂടെ, എന്നിലൂടെ സാത്താൻ്റെ കോട്ട ഇടിക്കുന്നത്, സങ്കല്പങ്ങളും വിചാരങ്ങളും എന്ന എല്ലാ ഉയർച്ചകളെ ഇടിച്ചു കളയുന്നത്, ബദ്ധന്മാരെ സ്വതന്ത്രരാക്കുന്നത്, രോഗികളെ സൗഖ്യമാക്കുന്നത്, എല്ലാവർക്കും പ്രസാദ വർഷം പ്രസംഗിക്കപ്പെടുന്നത് ആത്മാവ് നിറയപ്പെട്ട മനുഷ്യരായ നമ്മളിലൂടെ.